ഇപ്പം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ജീവനുള്ള വ്യക്തികൾ ജീവിക്കുന്നവരുടെ കൂട്ടായ്മയിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇപ്പം നിലവിലുള്ള അവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത് ഫോക്കസ് ചെയ്ത് ആ കൂട്ടായ്മയിൽ കൂടിയാൽ മാത്രമേ നമുക്കിപ്പോൾ ജീവിക്കണ അവസ്ഥയിൽ സ്വസ്ഥത കിട്ടുള്ളൂ. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിനും നരകത്തിനും വേണ്ടി ജീവിക്കണ ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയിൽ പെട്ടിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് അവനവനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടർ തരുന്ന കുറച്ച് ഐഡിയാസ്, അല്ലെങ്കിൽ ഇങ്ങനെ പല പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ട് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തരം എന്താ പറയുക പ്രൂഫുകൾ മാത്രം വെച്ചിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടർ, ഇവരൊന്നും ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കിട്ടില്ല. ഇപ്പം നിലനിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നവരുമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് ആർക്കും അവരിൽ യാതൊരു ശ്രദ്ധയില്ല. അവർ മരിച്ചു കഴിഞ്ഞിട്ടുള്ളതും അവരായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളുടെയും പുറകെയാണ്. പക്ഷേ നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥ ഇന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവനവനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മയിൽ മാത്രമേ ആ പറയുന്ന ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുള്ളൂ. അല്ലെങ്കിൽ ജീവിക്കണ ഭാഗത്ത് കഷ്ടപ്പാട് മുഴുവൻ നമ്മൾ നോക്കിയിട്ട് നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥക്ക് സ്ഥാനം കൊടുക്കാം. ജീവിക്കണ ഭാഗത്ത് സ്വസ്ഥത വേണമെങ്കിൽ ജീവിക്കണവരുടെ കൂട്ടായ്മ അത് മാത്രമേ പോസിബിൾ ഉള്ളൂ.